ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഡാർക്ക് ഫാൻറ്റസി കുക്കീസാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഡാർക്ക് ഫാൻറ്റസി ഉണ്ടല്ലോ, അത് നമുക്ക് വീട്ടിലൊന്ന് ഉണ്ടാക്കുന്നത് നോക്കാം. അത് കാണാനായിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൻ്റെ അതേ ഒരു ലുക്ക് ഇല്ലാന്നുണ്ടെങ്കിലും ടേസ്റ്റ് കറക്റ്റ് ചെയ്യണിട്ടോ, സെയിം ടേസ്റ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അവരത് ഫാക്ടറിയിലാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്, നമ്മൾ ഇവിടെ ഹോം മെയ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോണതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യം നമ്മുടെ ഡാർക്ക് ഫാൻറ്റസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഞാനിങ്ങനെ മുറിച്ചെടുക്കുകയാണ്. ഇത് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ, അതാണ് എടുത്തിട്ടുള്ളത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറി മിൽക്കോ അങ്ങനെ കടകളിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ചോക്ലേറ്റും എടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് അതിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 1/4 കപ്പോളം ചോക്ലേറ്റ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ചൂടായിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ശരിക്കും 1 ടേബിൾ സ്പൂൺ മതി പാല്. ഞാൻ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചുകൊണ്ട് കുറച്ച് കൂടിപ്പോയിന്, പിന്നെയും ചോക്ലേറ്റ് ഇടാനുണ്ടായത്. അപ്പോൾ നിങ്ങൾ ഒഴിക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. ചൂടുള്ള പാലായതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് വേഗം മെൽറ്റായിട്ട് വരും. ഇനിയിപ്പോൾ ഡയറി മിൽക്കൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും പാല് വേണ്ട, ഒരു 3-4 ഡ്രോപ്പ് ഇട്ടിച്ചാൽ തന്നെ സംഭവം റെഡി ആയിട്ട് കിട്ടും. എന്നിട്ട് അത് സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. 20 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചൊന്ന് കട്ടിയായിട്ട് വരുള്ളൂ. അപ്പോൾ അത്രയും സമയം വെക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് 1/3 കപ്പ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ റൂം ടെമ്പറേച്ചറിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്, നല്ലോണം തണുപ്പ് വിട്ടിട്ട്. പിന്നെ നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക, പൊടിച്ചിട്ടുള്ള പഞ്ചസാര. എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ലപോലെ മിക്സാക്കി എടുക്കണം. ആ ബട്ടറും ഷുഗറും കൂടെ മിക്സായി അതിൽ തരിതരിയൊന്നും ഇല്ലാതെ ക്രീമി ആയിട്ട് കിട്ടണം. അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് ബീറ്റർ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പം വിസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റൊക്കെ ഇങ്ങനെ മിക്സാക്കി കഴിയുമ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടും. അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ബട്ടറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് തണുത്തതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബീറ്റായിട്ട് കിട്ടില്ല, കട്ടയായിട്ട് കിടക്കും. അതുകൊണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് നേരം മുന്നൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ വേറൊരു ബൗൾ എടുത്തിട്ട് അതിലൊരു 1/4 കപ്പോളം മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ ഞാൻ എടുത്തത് ഡാർക്കായിപ്പോയി. ലൈറ്റ് കൊക്കോ പൗഡർ നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ. ഇപ്പോൾ നിങ്ങളടുത്ത് ഡാർക്ക് കൊക്കോ പൗഡർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. എന്നിട്ട് അത് നമ്മുടെ ബട്ടറിൻ്റെ മിക്സിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ബേക്കേഴ്സിൻ്റെതാണ് രണ്ടും എടുത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ബേക്കേഴ്സിൻ്റെ തന്നെയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു നുള്ളുപ്പും കൂടെ ഞാൻ ചേർത്തേണേ. എല്ലാം കൂടെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നാക്കി ഇങ്ങനെ മിക്സാക്കിയതിന് ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് മാവ് പോലെ കുഴച്ചെടുക്കാം. ഇത് കുഴയ്ക്കുന്ന സമയത്ത് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. ഇങ്ങനെ ഒരു സ്പൂൺ പാലൊഴിച്ചിട്ട് നോക്കുക. എന്നിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കുക. എല്ലാം കൂടെ മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കരുത്. ഇതുപോലെ സ്റ്റെപ്പായിട്ട് ചെയ്യുക. ഇനി നമുക്കിതിൽ നിന്ന് ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ഒരു നെല്ലിക്കൻ്റെ വലിപ്പത്തിലുള്ള ബോൾസാണ് ഞാനിപ്പോൾ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് ഞാൻ ചെയ്തപ്പോൾ 8 ബോളാണ് ഇതിൽ നിന്ന് കിട്ടിയത്. പക്ഷേ അത് കുറച്ചൊരു വലിപ്പമുണ്ടേനി, അതുകൊണ്ട് ഞാൻ സൈസ് കുറച്ചിട്ട് 10 ബോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ ആദ്യം ചെയ്തുകൊണ്ടാണ് കേട്ടോ 8 എണ്ണം മാത്രം കാണുന്നത്. ഇനി നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ചോക്ലേറ്റ് സെറ്റായി വന്നേന്. അപ്പോൾ അതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് ഓരോന്നിൻ്റെ അടുത്തും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തിയെടുക്കുക. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം. അതിനുശേഷം നമ്മുടെ ചോക്ലേറ്റിൻ്റെ കുഞ്ഞു ബോൾ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ചിട്ട് അത് ഈ മാവ് വെച്ച് കവർ ചെയ്ത് കൊടുക്കുക. ഉള്ളിൽ ആ ചോക്ലേറ്റ് നിൽക്കുന്ന തരത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് അത് വീണ്ടും ഒരു ബോൾ പോലെ ഉരുട്ടിയെടുക്കുക. മാവ് കുറച്ച് മതി, ഇത്ര അധികമൊന്നും മാവിൻ്റെ ആവശ്യമില്ല. ഇനി ഞാൻ പറഞ്ഞല്ലോ 2 എണ്ണം ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നിയത് മാവ് കൂടുതലാണെന്ന്. അപ്പോഴാണ് ഞാൻ അളവ് കുറച്ചത്. ഇതേപോലെ നമുക്ക് എല്ലതും ഉള്ളിൽ ചോക്ലേറ്റ് വെച്ചിട്ട് ഉരുട്ടിയെടുക്കാം. ഇത് ഞാൻ അവനിൽ വെച്ചിട്ടും ബേക്ക് ചെയ്യുന്നുണ്ട്, സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടും കാണിക്കുന്നുണ്ട്. 2 മെത്തേഡിലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ.
പിന്നെ ഞാൻ അവൻ എന്ന് പറയുമ്പോൾ കുറച്ച് വീഡിയോസിൻ്റെ താഴെയൊക്കെ കമൻറ്റ് വരലുണ്ട്, അവനല്ല ഇത്ത ഓവനാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഓവൻ എന്ന് നമ്മൾ എഴുതാൻ മാത്രമേ ചെയ്യുള്ളൂ, അവൻ എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ആദ്യം കുറച്ച് വീഡിയോസിലൊക്കെ ഞാനും ഓവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ മനസ്സിലായപ്പോൾ മാറ്റിയെടുത്തതാണ്. അപ്പോൾ ഇനി ഞാനിത് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ ഇപ്പോൾ വെക്കണത്. ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് വെച്ച് കൊടുക്കുന്നത്. 2 മാത്രമേ സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യണുള്ളൂ, ബാക്കിയൊക്കെ അവനിലാണ് ചെയ്യണേ. അപ്പോൾ വലിയൊരു പാത്രത്തിൻ്റെ ഉള്ളിൽ ചെറിയ റിങ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലേക്കായിട്ടാണ് ഞാൻ ഈ സ്റ്റീൽ പാത്രം വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 25 മിനിറ്റോളം അത് ബേക്കാക്കി എടുക്കണം. ഫ്ലെയിം ലോ ആക്കിയിട്ടാണ് കേട്ടോ വെക്കേണ്ടത്. പിന്നെ ആ പാത്രത്തിൻ്റെ ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക, കല്ലുപ്പോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപ്പോ യൂസ് ചെയ്യുക. ഞാനൊന്നും ചെയ്തിട്ടില്ല, വെറുതെ റിങ് വെച്ചിട്ട് പാത്രം ഇറക്കി വെക്കാണ് ഉണ്ടായത്. സ്റ്റൗ ടോപ്പിൽ വെക്കുമ്പം കുറച്ച് സമയം എടുക്കും, ഒരു 10 മിനിറ്റ് കൂടുതലെടുക്കും. ഇതിപ്പോൾ ഞാൻ അവനിലേക്കുള്ളത് ഒരു ട്രേയിൽ ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് അതിൻ്റെ മേലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഈ ബോൾസ് ഇങ്ങനെ പരത്തേണ്ട ഒരാവശ്യമില്ല, അതേപോലെ തന്നെ വെച്ചാൽ മതി. ബേക്കായി വരുമ്പോൾ അത് പരന്ന് കിട്ടും. 10 മിനിറ്റ് 200 ഡിഗ്രി സെൽഷ്യസിൽ 2 കോയിലും വർക്കാവുന്ന തരത്തിൽ ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതേനി. അപ്പോൾ ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ബേക്ക് ചെയ്യുന്ന സമയത്ത് 180 ഡിഗ്രിയിൽ മേലത്തെയും താഴത്തെയും കോയിൽ 2 കോയിലും വർക്ക് ചെയ്യുന്ന തരത്തിൽ ഒരു 12 മിനിറ്റാണ് ഞാൻ വെച്ചിട്ടുള്ളത്. എൻ്റെ അവനിൽ 12 മിനിറ്റ് കൊണ്ട് ഇത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓരോന്നും ഡിഫറെൻ്റ് ആണ്. അപ്പം നിങ്ങളുടെ ടൈം കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂട്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ടൈം ലാപ്സ് എടുത്തതാണ് കേട്ടോ. അതിങ്ങനെ താന്ന് വരുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. ഇനി ഒരു ഭയങ്കര റിലാക്സ് ആവണ പോലെ തോന്നി ഇത് കണ്ടപ്പോൾ. അങ്ങനെ 12 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ അവനിൽ വെച്ചിട്ടുള്ളത് നല്ലപോലെ ബേക്കായിട്ടുണ്ട്. ഞാനത് പുറത്തേക്ക് എടുത്ത് വെച്ചിന്. അപ്പോൾ ഈ സമയത്ത് നമ്മളിതിൻ്റെ മേൽഭാഗം തൊട്ട് കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുക. വെക്കും തോറും കട്ടിയായിട്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ സോഫ്റ്റ് ആയതുകൊണ്ട് ഇനി ബേക്കായിട്ടില്ലേ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും വെക്കണ്ട, കരിഞ്ഞു പോവും. ഇപ്പോൾ ഇതാ സ്റ്റൗ ടോപ്പിലുള്ളതും റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ടോപ്പിലുള്ളത് 25 മിനിറ്റ് കറക്റ്റ് എടുത്താണ് കേട്ടോ. അങ്ങനെ അതും നല്ലപോലെ പൊന്തി വന്നിട്ടൊക്കെ ഉണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. രണ്ടും നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ കിട്ടിയത്. ഇപ്പോൾ സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തത് ഏതാ അവനിൽ ബേക്ക് ചെയ്ത് ഏതാന്ന് നമുക്ക് അത്ര പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. രണ്ടും ഏതാണ്ടൊക്കെ സെയിം പോലെ തന്നെയാണ് ഉണ്ടായത്. ഇതിപ്പോൾ ഞാൻ ചൂടോടെ തന്നെ ഒന്ന് മുറിച്ച് നോക്കിയതാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് നമ്മുടെ ബ്രൗണിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വന്ന്. ഈ ഒരു സമയത്താണ് നമ്മുടെ ഡാർക്ക് കൊക്കോ പൗഡറിൻ്റെയും ലൈറ്റ് കൊക്കോ പൗഡറിൻ്റെയും വ്യത്യാസം മനസ്സിലാവുക. കാരണം സാധാരണ ഡാർക്ക് ഫാൻറ്റസിയിൽ എങ്ങനെ പുറത്തുള്ളത് നല്ല ലൈറ്റും ഉള്ളിലുള്ളത് ഡാർക്കായിട്ടും അല്ലേ ഉണ്ടാവുക. ഇത് നമ്മൾ ഡാർക്ക് കൊക്കോ പൗഡർ എടുത്തുകൊണ്ട് രണ്ടും സെയിം കളറായിട്ട് പോയി. അപ്പം അത് നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. കൊക്കോ പൗഡറിൻ്റെ അളവ് കുറച്ചിട്ട് തന്നെ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ കുറച്ച് സമയം തണുപ്പിച്ചെടുത്തതാണ്. പുറത്ത് തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിലേക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പം പുറം ഭാഗം നല്ല കട്ടിയായിട്ട് വരും, ഉള്ളിൽ സോഫ്റ്റായിട്ടുമാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്